മോർണിംഗ്. നമുക്കിന്നൊരു പനീർ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയാലോ? പനീറും ഗ്രീൻ പീസും ചേർത്ത് ഒരു മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. ഇത് മാത്രമല്ല, ഈ പനീറും ഗ്രീൻ പീസും ചേർത്തും മാത്രമല്ലാതെ വേറെ രീതിയിലും കറികൾ ഉണ്ടാക്കാം. അത് നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പനീർ ഗ്രീൻ പീസ് മസാല ചെയ്യുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫ്രഷ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഒരു 150 ഗ്രാം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഫ്രോസൺ പീസ് ആണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ഡ്രൈ ഗ്രീൻ പീസ് എടുക്കരുത് കേട്ടോ. ഡ്രൈ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ കറി കറക്റ്റ് ആവില്ല. പിന്നെ 2 മീഡിയം വലിപ്പമുള്ള സവോള എടുത്തിട്ടുണ്ട്. അധികം സവോള വേണ്ട. ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയുള്ള 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ ഒരു കറിക്ക് നമുക്ക് തക്കാളി വേണ്ട കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. പിന്നെ കുറച്ച് മല്ലിയില വേണം. ആദ്യം നമുക്ക് ഈ ഗ്രീൻ പീസ് ഒന്ന് പൊളിച്ചെടുക്കാം. പനീർ കട്ട് ചെയ്തെടുക്കണം. പനീർ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഷാലോ ഫ്രൈ ചെയ്യാതെയും നമുക്ക് ഈ കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് പൊളിച്ചെടുത്ത് പനീറും കട്ട് ചെയ്തെടുത്തിട്ട് സവോളയും ഇഞ്ചിയും പച്ചമുളകും കട്ട് ചെയ്തെല്ലാം റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് പൊളിച്ചെടുക്കാം കേട്ടോ. ഗ്രീൻ പീസ് പൊളിച്ചൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഗ്രീൻ പീസ് പൊളിച്ചെടുക്കുമ്പോൾ നല്ല ഫ്രഷ് ഗ്രീൻ പീസ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ കറിയിൽ ഫ്രഷ് ഗ്രീൻ പീസ് തന്നെ യൂസ് ചെയ്തോളൂ. അപ്പോൾ ഞങ്ങളിന്ന് ഫ്രഷ് ഗ്രീൻ പീസ് വാങ്ങിച്ചതുകൊണ്ട് ഞാനിത് മഷ്റൂം ഉപയോഗിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന റെസിപ്പി ആയിരുന്നു. പക്ഷേ മഷ്റൂം കിട്ടിയില്ല. പിന്നെ ഞാൻ വേഗം പനീർ ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇടയ്ക്ക് നമുക്കിതുപോലെ ഫ്രഷ് ഗ്രീൻ പീസ് അവൈലബിൾ ആകുമ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. എൻ്റെ കൈ കൊണ്ട് പൊളിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ രാജീവിനെ പൊളിക്കാൻ ഏൽപ്പിച്ചത്. അപ്പോൾ എന്തായാലും ഗ്രീൻ പീസൊക്കെ പൊളിച്ചെടുത്തിട്ട് നമുക്കിനി ബാക്കി കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഗ്രീൻ പീസ് എല്ലാം പൊളിച്ചെടുത്തു. അതുപോലെ പനീർ കട്ട് ചെയ്തെടുത്തു. സവോള 2 രീതിയിൽ കട്ട് ചെയ്തു കേട്ടോ. നമുക്ക് അരയ്ക്കാനായിട്ട് സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തു. 1.5 സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തു. പച്ചമുളക് സ്ലൈസ് ചെയ്തെടുത്തു. ഇഞ്ചി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തു. നമ്മുടെ വഴറ്റാനുള്ള സവോള, കറിക്കുള്ള സവോള എങ്ങനെയാണെന്ന് വെച്ചാൽ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് കുറുകെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം. ഇപ്പോൾ നമ്മളൊരു പാനിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 പീസ് പട്ട, 2 ഏലക്ക, ഒരു 2-3 ഗ്രാമ്പു, പിന്നെ ഇതാ നമ്മുടെ സ്റ്റാർ അനീസില്ലേ, സ്റ്റാർ അനീസിൻ്റെ 2 പെറ്റൽസ് എടുത്തിട്ടുണ്ട്. ഇത്രയും വെജിറ്റബിൾ ഓയിലിലേക്ക് ചേർക്കാണ്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടാണ്. നമ്മൾ വഴറ്റാനെടുത്ത സവോളയല്ല, അരപ്പിനെടുത്ത സവോള, 1.5 സവോള ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വഴച്ചെടുക്കുക. കളറൊന്നും വല്ലാതെ മാറണ്ട. ഒന്ന് സോഫ്റ്റായി വന്ന് ലൈറ്റായിട്ടൊരു കളർ ചേഞ്ച് ആയി വരണം. സവോളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരണം. അത്രയും മാത്രം വഴറ്റിയെടുക്കുക. വല്ലാതെ കളർ മാറ്റിയെടുക്കണ്ട. ആ രീതിയിൽ ഒരു 4 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക. അത്രയും വഴറ്റിയാൽ മതി കേട്ടോ. തേങ്ങയൊന്നും ഒരുപാട് ചേർക്കണ്ട. നമുക്ക് സവോളയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി കിട്ടണം. ഇത്രയും സമയം വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ കുക്കായി തേങ്ങയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഫ്ലെയിം കുറച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ഈ ഒരു കറിയിൽ മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളക് ചേർക്കുന്നുണ്ടല്ലോ. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് പൊടികളുടെ ഈ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 7-8 കാഷ്യൂനട്ട്. കാഷ്യൂനട്ട് ചേർത്തിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ കാഷ്യൂനട്ട് ചേർക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂട് മാറിയിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് തന്നെ അരച്ചെടുത്തോളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രീൻ പീസും പനീറും ഒക്കെ കുക്കാവാനുള്ളത് ഈ ഒരു ഗ്രേവിയിലാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ആദ്യം അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ അരയ്ക്കുക. പിന്നീട് നന്നായിട്ട് അരഞ്ഞു കഴിയുമ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കട്ടെ ചൂട് മാറാൻ. നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പനീറിൻ്റെ പീസുകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഒരുപാട് ഓയിൽ ചൂടാവുന്നതിന് മുന്നേ ഞാൻ വെക്കുകയാണ്, പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വലിയ പീസുകളായിട്ട് പനീർ കട്ട് ചെയ്യണ്ട കേട്ടോ. നമുക്ക് കുറച്ച് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ വലിയ പീസുകളായിട്ട് നമ്മൾ പനീർ കട്ട് ചെയ്തെടുക്കുന്നത് പനീർ ബട്ടർ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ്. ഈ ഒരു റെസിപ്പിക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. എല്ലാ സൈഡും ഒരുപോലെ ബ്രൗൺ ഷെയ്ഡാക്കി, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാക്കി കുക്ക് ചെയ്തെടുക്കുക. 200 ഗ്രാം പനീറാണെങ്കിൽ നമുക്ക് ഒറ്റ ബാച്ചിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാനേ ഉള്ളൂ. ഇനി പനീറൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ പനീറൊക്കെ ഇതാ ഈ ഒരു കളറായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ പനീർ ആദ്യം മാറ്റട്ടെ. ഞാനിപ്പോൾ ആ ഓയിലിലേക്ക് തന്നെ നമ്മുടെ സവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ സവോള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഇതാ ഇതുപോലെ കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഉപ്പ് ഇതുവരെ ഒന്നിലും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ പനീറിനും കറിക്കും എല്ലാം ആവശ്യമായ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പനീറും ഈ ഒരു ഗ്രേവിയിൽ തന്നെ കുക്ക് ആവാനുള്ളതാണ്. അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ക്യാഷ്നട്ട് ചേർത്തതുകൊണ്ട് വേഗം കുറുകിപ്പോവും. ഇപ്പോൾ നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്രേവിയിലേക്ക് ഇടുന്ന് നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ പനീർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇനി നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് തക്കാളി നിർബന്ധമാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഒരു തക്കാളി ഒരു 8 പീസായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം കേട്ടോ. ഞാൻ തക്കാളി ചേർക്കുന്നില്ല. ഈ ഒരു റെസിപ്പിയിൽ തക്കാളി ചേർക്കാതിരിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ തക്കാളി ചേർക്കുന്നില്ല എന്ന് പറഞ്ഞത്. പിന്നെ പുളി നിർബന്ധമാണെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തക്കാളി ചേർക്കുക. തക്കാളി വഴറ്റിയൊന്നും ചേർക്കണ്ട. ഈ ഒരു സ്റ്റേജിൽ മാത്രം ചേർക്കുക. അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട. തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തോളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ടാവും. പനീറും കൂടി ചേർത്ത് വരുമ്പോൾ ഗ്രേവിയുടെ അളവ് കുറയും. ഇപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു കുറുകി തുടങ്ങി. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ പനീർ ഷാലോ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പനീർ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് മാത്രം ഉപയോഗിച്ച് ഈ ഒരു റെസിപ്പി ചെയ്യാം. മഷ്റൂം ഉപയോഗിച്ച് ഈ റെസിപ്പി ചെയ്യാം. പനീർ മാത്രം ഉപയോഗിച്ച് ഈ റെസിപ്പി ചെയ്യാം. 3 രീതിയിലും ഈ റെസിപ്പി ചെയ്യാം കേട്ടോ. അപ്പോൾ പനീർ മസാലയായിട്ട് ചെയ്യാം, ഗ്രീൻ പീസ് മസാലയായിട്ട് ചെയ്യാം, മഷ്റൂം മസാലയായിട്ട് ചെയ്യാം, പനീറും ഗ്രീൻ പീസും കൂടി ചെയ്യാം, അതുപോലെ തന്നെ മഷ്റൂമും ഗ്രീൻ പീസും കൂടിയും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാം. എങ്ങനെ ചെയ്താലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി ഒന്നുകൂടി കുറുകി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടിയേ കുറുകാൻ പാടുള്ളൂ. വല്ലാതെ കുറുകി പോരുത്. ഗ്രേവി വല്ലാതെ തിക്കായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ഗ്രേവി ഉണ്ടാവില്ല. ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ. അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം കുറുകിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ തുറന്നു വെച്ചാൽ മതി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തതുകൊണ്ട് പനീർ പീസുകളൊന്നും പൊടിഞ്ഞു പോയില്ല കേട്ടോ. ഇനി നിങ്ങൾ ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അങ്ങനെയുള്ള പൊടിക്കൈകളൊക്കെ നമുക്ക് ചെയ്യാം. മസാലയുടെ ഫ്ലേവർ കുറവാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വരെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് ഇനി നമുക്ക് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പനീർ ഗ്രീൻ പീസ് മസാല റെഡി ആയിക്കഴിഞ്ഞു. ഇനി പാനിൻ്റെ ചൂടിലിരുന്നിട്ട് ഒന്നുകൂടി കുറുകി വരും. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടെ. നമുക്ക് ലാസ്റ്റ് ഗാർണിഷിങ്ങിനായിട്ട് ഇതാ ഇതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ സെർവ് ചെയ്യാം. അപ്പോൾ പനീറിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ അബ്സോർബ് ആയിട്ടുണ്ടാവും. മസാലയുടെ ടേസ്റ്റൊക്കെ പനീറിലേക്ക് പിടിച്ച് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് 1 മണിക്കൂർ അടച്ചു വെച്ചിട്ട് സെർവ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കി കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്ത രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.